നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. കസ്റ്റഡി മർദ്ദന പരാതികളിൽ നിലപാട് വ്യക്തമാക്കി DGP റവാഡ ചന്ദ്രശേഖർ. കുന്നംകുളം പീച്ചി സംഭവങ്ങളിൽ നടപടി ഉറപ്പാക്കും. അടുത്തയാഴ്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കുമെന്നും DGP 24-നോട്. തിരുവനന്തപുരം കനകക്കുന്നിൽ ഓണാഘോഷത്തിനിടെ പോലീസ് ലാത്തിവീശിയ സംഭവം സിറ്റി പോലീസ് കമ്മീഷണർ അന്വേഷിക്കും. ആലപ്പുഴ DYSP മധു ബാബുവിനെതിരെ വീണ്ടും പരാതികൾ. കസ്റ്റഡി മർദ്ദനങ്ങളിൽ സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി കോൺഗ്രസ്. പോലീസ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ മുതിർന്ന നേതാക്കളെ അണിനിരത്തി പ്രതിഷേധം. കുന്നംകുളത്ത് മർദ്ദനത്തിന് ഇരയായ VS സുജിത്തിന് സ്വർണ്ണമാല ഊരി നൽകി തൃശൂർ DCC പ്രസിഡന്റ്. ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ ഖത്തറിനെ പിന്തുണച്ച് അറബ് ലോകം. ഐക്യദാർഢ്യവുമായി UAE പ്രസിഡന്റ് ദോഹയിൽ. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഖത്തറിലേക്ക് പിന്തുണ അറിയിച്ച് ജോർദനും. ഖത്തർ പ്രതിനിധിയുമായി ആശയവിനിമയം നടത്തി ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി. ഖത്തറിലെ ദൌത്യം പൂർത്തിയാക്കുമെന്ന് വീണ്ടും ഇസ്രായേൽ. അടിയന്തര യോഗം വിളിക്കാൻ UN രക്ഷാസമിതി. ആഭ്യന്തര സംഘർഷങ്ങൾക്ക് പിന്നാലെ നേപ്പാളിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം. ഇടക്കാല പ്രധാനമന്ത്രിയെ കണ്ടെത്താൻ നീക്കം. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കിയുടെ പേര് നിർദ്ദേശിച്ച് പ്രക്ഷോഭകർ. രാജ്യവ്യാപക കർഫ്യൂ പ്രഖ്യാപിച്ച് സൈന്യം. നേപ്പാൾ പ്രക്ഷോഭങ്ങൾക്കിടെ ജയിൽ ചാടി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ച തടവുകാർ പിടിയിൽ. അതിർത്തിയിൽ വെച്ച് പിടികൂടിയ 10 പേരിൽ 2 പേർ ബീഹാർ സ്വദേശികൾ. അതിർത്തി പ്രദേശങ്ങളിൽ സുരക്ഷ കൂട്ടി. ഫ്രാൻസിൽ വൻ കലാപം. പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടത് പുതിയ പ്രധാനമന്ത്രിയായി സെബാസ്റ്റ്യൻ ലെക്കോനോ സ്ഥാനമേൽക്കാനിരിക്കെ. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. ബസ്സുകളും വൈദ്യുതി ലൈനുകളും തകർത്തു. 200ഓളം പേർ അറസ്റ്റിൽ. ശബരിമല ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റിയതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. ചെന്നൈയിലേക്ക് കൊണ്ടുപോയ സ്വർണ്ണപ്പാളി തിരികെ എത്തിക്കാൻ ഉത്തരവ്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരായ ഹർജികളിൽ വീണ്ടും ചോദ്യങ്ങളുമായി കോടതി. ധനസമാഹരണത്തിൽ വ്യക്തത ഇല്ലെന്ന് നിരീക്ഷണം. രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കോൺഗ്രസിൽ ഗൂഢാലോചനയെന്ന് ക്രൈംബ്രാഞ്ചിന് മൊഴി. VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയത് യൂത്ത് കോൺഗ്രസ് വനിതാ നേതാവ്. നേതാക്കളുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ നേരിട്ടെത്തി മൊഴി നൽകി. കോഴിക്കോട് വിജിൽ കൊലപാതക കേസിന്റെ അന്വേഷണത്തിൽ നിർണായക പുരോഗതി. സരോവരം പാർക്കിലെ ചതുപ്പിൽ നടത്തിയ പരിശോധനയിൽ വിജിലിന്റെ ഷൂ കണ്ടെത്തി. നാളെ വിശദമായ പരിശോധന നടത്തുമെന്ന് എലത്തൂർ CI. CPI സംസ്ഥാന സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിന് രൂക്ഷ വിമർശനം. അടിസ്ഥാന വിഭാഗങ്ങളെ പരിഗണിക്കുന്നില്ലെന്നും ക്ഷേമ ബോർഡുകളും കടാശ്വാസ കമ്മീഷനുകളും പ്രവർത്തനരഹിതമെന്നും ആക്ഷേപം. പ്രവർത്തന റിപ്പോർട്ടിന്റെ പകർപ്പ് 24-ന്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്നതിൽ ഒളിച്ചുകളി തുടർന്ന് കേന്ദ്ര സർക്കാർ. ഹൈക്കോടതിയിൽ ഇന്നും മറുപടി നൽകിയില്ല. വീണ്ടും 3 ആഴ്ചത്തെ സാവകാശം തേടി. സംസ്ഥാന സർക്കാർ കടം എഴുതിത്തള്ളിയത് ഓർമ്മിപ്പിച്ച് കോടതി. ബീഹാർ മോഡലാക്കി രാജ്യവ്യാപകമായി വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് നീക്കവുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഒക്ടോബർ മുതൽ തുടങ്ങാൻ ആലോചന. കമ്മീഷണർ വിളിച്ച യോഗത്തിൽ മുന്നൊരുക്കങ്ങൾ ചർച്ചയായതായി വിവരം. തീരുവ യുദ്ധത്തിൽ അമേരിക്ക വഴങ്ങുന്നു. വ്യാപാര കരാറിലെ തടസ്സങ്ങൾ നീക്കാൻ ഇന്ത്യയുമായി ചർച്ച തുടരുമെന്ന് ഡൊണാൾഡ് ട്രംപ്. പ്രിയ സുഹൃത്ത് നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രൂത്ത് സോഷ്യലിൽ പ്രതികരണം. ഇന്ത്യയും അമേരിക്കയും അടുത്ത സുഹൃത്തുക്കളും സ്വാഭാവിക പങ്കാളികളുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണികളിൽ ഉണർവ്. ഫയർഫോഴ്സ് മേധാവി DGP യോഗേഷ് ഗുപ്തയ്ക്കെതിരെ കുരുക്കുമുറുക്കി സർക്കാർ. യോഗേഷ് ഗുപ്തയ്ക്കെതിരെ സർക്കാർ ഉന്നതതല അന്വേഷണം ആരംഭിച്ചു. വിജിലൻസ് ഡയറക്ടറായിരിക്കെ ഔദ്യോഗിക പദവി ദുർവിനിയോഗം ചെയ്തുവെന്ന ആരോപണത്തിലാണ് അന്വേഷണം. പാലിയേക്കരയിലെ ടോൾ വിലക്ക് തുടരും. ഹർജി തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കാമെന്ന് ഹൈക്കോടതി. ഓൺലൈനായി ഹാജരായി തൃശൂർ ജില്ലാ കളക്ടർ. ചിലയിടങ്ങളിൽ മാത്രമാണ് പ്രതിസന്ധിയെന്ന് NHAI. പ്രശ്നം പൂർണ്ണമായി പരിഹരിച്ചോ എന്ന് കോടതിയുടെ ചോദ്യം. വിവാദ പരാമർശങ്ങളിൽ ബഹാവുദ്ദീൻ നദ്വിയെ തള്ളി സമസ്ത നേതൃത്വം. സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന പ്രസ്താവനകൾ സമസ്തയുടെ നയമല്ലെന്ന് അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്ത മുഷാവറ അംഗം പദ്ധതിയുടെ മാന്യത പുലർത്തണമെന്ന് വിമർശനവുമായി ഉമർ ഫൈസി മുക്കവും.
ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ തകർപ്പൻ ജയത്തോടെ തുടങ്ങി ഇന്ത്യ. UAE 9 വിക്കറ്റിന് തകർത്തു. ആതിഥേയരെ വെറും 57 റൺസിന് എറിഞ്ഞിട്ട ഇന്ത്യ വിജയലക്ഷ്യം 4.5 ഓവറിൽ മറികടന്നു. കേരള സർവകലാശാലയിലെ രജിസ്ട്രാർ പദവി തർക്കത്തിൽ KS അനിൽകുമാറിന് ഹൈക്കോടതിയിൽ തിരിച്ചടി. സസ്പെൻഷൻ തുടരും. VC നടപടി ചർച്ച ചെയ്യാൻ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ കോടതിയുടെ നിർദ്ദേശം. ഉത്തരവിൽ പ്രതികരിക്കാൻ ഇല്ലെന്ന് KS അനിൽകുമാർ. തിരിച്ചടിയല്ലെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ. നൈജീരിയൻ ലഹരി മാഫിയ കേസിലെ പ്രതികൾക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ നീക്കവുമായി പോലീസ്. കേരളത്തിലേക്കുള്ള ലഹരിക്കടത്തിന് പിന്നിൽ ബയാഫ്ര വിഘടനവാദികളെന്ന് കണ്ടെത്തൽ. ഇന്ത്യയിലേക്ക് എത്തിയത് വൻ സംഘം. പദ്ധതികൾ ആസൂത്രണം ചെയ്തത് വിവിധ സംസ്ഥാനങ്ങളിൽ ക്യാമ്പ് ചെയ്ത്. അടിയന്തര യോഗം വിളിച്ച സിറ്റി പോലീസ് കമ്മീഷണർ. ചേർത്തല ബിന്ദു പത്മനാഭൻ കൊലക്കേസിൽ സെബാസ്റ്റ്യനെ പ്രതി ചേർത്ത് ക്രൈംബ്രാഞ്ച്. സെബാസ്റ്റ്യനു വേണ്ടി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. സെബാസ്റ്റ്യൻ നിലവിൽ ഏറ്റുമാനൂർ ജൈനമ്മ കൊലക്കേസിൽ റിമാൻഡിൽ. ഇന്ത്യ സഖ്യത്തെ ഉലച്ച് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലെ വോട്ട് ചോർച്ച. മുന്നണിയിലെ എല്ലാ പാർട്ടികളും അന്വേഷണം നടത്തണമെന്ന് കോൺഗ്രസ്. വോട്ട് മറിഞ്ഞത് തമിഴ്നാട്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ നിന്നാണെന്ന് സംശയം. കൊല്ലം അഞ്ചാലുമൂട് സ്കൂളിൽ കായികാധ്യാപകനും വിദ്യാർത്ഥിയുമായി സംഘർഷം. മൂക്കിനും തലയ്ക്കും പരിക്കേറ്റ +2 വിദ്യാർത്ഥി ചികിത്സയിൽ. വിദ്യാർത്ഥിനിയെ അസഭ്യം പറഞ്ഞത് ചോദ്യം ചെയ്തതാണ് സംഘർഷത്തിന് കാരണമായതെന്ന് പ്രിൻസിപ്പൽ. അധ്യാപകനെതിരെ പോലീസിലും ബാലാവകാശ കമ്മീഷനിലും പരാതി. കന്നഡ ചിത്രം കാന്താര 2വിന്റെ തിയേറ്റർ ഷെയറിനെ ചൊല്ലി തർക്കം. കേരളത്തിൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിൽ തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോഗ് 55% തിയേറ്റർ ഷെയർ നൽകണമെന്ന വിതരണക്കാരുടെ ആവശ്യം തള്ളി. ഫിയോഗ് തീരുമാനത്തിന് എതിരെ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ. ലോട്ടറി ടിക്കറ്റുകളുടെ GST ഉയർന്നാലും ടിക്കറ്റ് നിരക്ക് ഉടൻ വർദ്ധിപ്പിക്കില്ല. താഴെത്തട്ടിലുള്ള വിൽപ്പന തൊഴിലാളികളുടെ കമ്മീഷൻ തുക കുറയില്ല. പകരം ഏജന്റുമാരുടെ കമ്മീഷനിൽ ചെറിയ കുറവ് വരുത്തിയേക്കും. ഓണം ബമ്പർ ടിക്കറ്റിന്റെ വിലയും വർദ്ധിപ്പിക്കില്ല. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായ ശേഷം സംസ്ഥാന BJPയിൽ ധൂർത്തെന്ന് പരാതി. K. സുരേന്ദ്രന്റെ കാലത്ത് 35 ലക്ഷം മുതൽ 40 ലക്ഷം വരെയായിരുന്ന പാർട്ടിയുടെ പ്രതിമാസ ചിലവ് 2.25 കോടി രൂപയായി. ഇങ്ങനെ മുന്നോട്ടു പോയാൽ 6 മാസം കൊണ്ട് ഓഫീസ് ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. ബെഫ്കോയുടെ തെരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ മദ്യത്തിന് 20 രൂപ ഡെപ്പോസിറ്റ് ഈടാക്കി തുടങ്ങി. ഒഴിഞ്ഞ കുപ്പി തിരികെ എത്തിക്കുന്നവർക്ക് 20 രൂപ തിരികെ നൽകും. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതിക്ക് സമ്മിശ്ര പ്രതികരണമാണ് ഉള്ളത്. 2020 ഡൽഹി കലാപക്കേസിൽ ജാമ്യാപേക്ഷയുമായി ഉമർ ഖാലിദ് സുപ്രീം കോടതിയിൽ. ഉമർ ഖാലിദ് ഉൾപ്പെടെ 8 പേർക്ക് ജാമ്യം നിഷേധിച്ച ഡൽഹി ഹൈക്കോടതി വിധി ചോദ്യം ചെയ്താണ് ഹർജി. ഹൈക്കോടതി വിധിക്കെതിരെ ഷർജീൽ ഇമാമും ഗൾഫിഷ ഫാത്തിമയും നേരത്തെ സുപ്രീം കോടതിയിൽ ഹർജികൾ നൽകിയിരുന്നു. പരാതികളിലും അപേക്ഷകളിലും ഇനി മന്ത്രിമാരെ ബഹു എന്ന് ചേർത്ത് അഭിസംബോധന ചെയ്യണമെന്ന സർക്യുലർ. ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പിന്റേതാണ് നിർദ്ദേശം. സർക്കാർ വകുപ്പുകൾക്കും ജില്ലാ കളക്ടർമാർക്കും ഓഫീസ് മേധാവികൾക്കും നിർദ്ദേശം നൽകി. പോലീസ് മർദ്ദനത്തിൽ അന്വേഷണം നടത്തി കർശനമായ നടപടിയെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. തെറ്റുകാരായ പോലീസുകാരെ സംരക്ഷിക്കില്ല. UDF കാലത്തെ അപേക്ഷിച്ച് LDF സർക്കാരിന്റെ കാലത്ത് പോലീസ് മർദ്ദനം കുറവാണെന്നും മന്ത്രി സജി ചെറിയാൻ. പാലക്കാട് പുതുപെരിയാരത്ത് യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചോലോട് സ്വദേശി മീരയാണ് മരിച്ചത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും മീര ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും ബന്ധുക്കളുടെ ആരോപണം. തൃശൂർ കേച്ചേരിയിൽ KSRTC ബസ് കണ്ടക്ടർക്ക് മർദ്ദനം. കരുനാഗപ്പള്ളി സ്വദേശി രാജേഷ് കുമാറിനെയാണ് സ്വകാര്യ ബസ്സിലെ കണ്ടക്ടർ മുഹമ്മദ് സാലി മർദ്ദിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. യുവ ഡോക്ടർ നൽകിയ ബലാത്സംഗ പരാതിയിൽ റാപ്പർ വേടൻ അറസ്റ്റിൽ. തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തത് നീണ്ട ചോദ്യം ചെയ്യലിന് പിന്നാലെ. ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനാൽ വേടനെ വൈദ്യപരിശോധനയ്ക്ക് അയച്ച ശേഷം വിട്ടയച്ചു. അടിയന്തരാവസ്ഥയിലെ പോലീസ് 3-ാം മുറയെ ന്യായീകരിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെ ഒളിയമ്പെയ്തും കോൺഗ്രസ് നേതാവ് K. മുരളീധരൻ. എന്തു പറഞ്ഞാലും അടിയന്തരാവസ്ഥക്കാലമാണ് പറയുന്നത്. അന്ന് ഉരുട്ടിയത് കുറ്റം ചെയ്തവരെയാണ്. ഇന്ന് കാണുന്നവരെയെല്ലാം ഉരുട്ടുകയാണെന്നും K. മുരളീധരൻ. സംസ്ഥാന കോൺഗ്രസിൽ സോഷ്യൽ മീഡിയ ഇടപെടലിനെ ചൊല്ലി പുതിയ പോര്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ സൈബർ ആക്രമണത്തിൽ മൗനം പാലിച്ച് പ്രമുഖ നേതാക്കൾ. സൈബർ ആക്രമണം വലിയ കാര്യമല്ലെന്ന് രമേശ് ചെന്നിത്തല.
കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പ് കേസിൽ തെളിവെടുപ്പ്. പ്രതി അഖിൽ സി വർഗീസുമായാണ് തെളിവെടുത്തത്. 2,40,00,000 രൂപയാണ് പെൻഷനിൽ നിന്നും പ്രതി തട്ടിയെടുത്തത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ പേരിൽ വാട്സാപ്പിൽ വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി തട്ടിപ്പ്. VC ഡോക്ടർ പി രവീന്ദ്രന്റെ പേരിലാണ് പ്രൊഫൈൽ ഉണ്ടാക്കിയിരിക്കുന്നത്. സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും പണം ആവശ്യപ്പെട്ട് സന്ദേശവും ലഭിച്ചു. വിദ്യാർത്ഥി ഒരു ക്ലാസ്സിൽ പരാജയപ്പെട്ടാൽ അതിൽ ആദ്യത്തെ ഉത്തരവാദിത്തം അധ്യാപകനാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അധ്യാപകരുടെ കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തണം. അധ്യാപകരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് മാനേജ്മെന്റുകൾ കമ്മിറ്റികൾ തുടങ്ങണമെന്നും മന്ത്രി വി ശിവൻകുട്ടി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് വക്താവ് അഭിഷേക് സിംഗ്വി. സുപ്രീംകോടതി നിർദ്ദേശം പോലും അംഗീകരിക്കാത്ത തരത്തിലാണ് കമ്മീഷൻ മുന്നോട്ടു പോകുന്നത്. ആളുകളെ ഉൾപ്പെടുത്തലല്ല, പട്ടികയിൽ നിന്ന് പുറത്താക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നതെന്നും അഭിഷേക് സിംഗ്വി. മലപ്പുറം ചങ്ങരംകുളത്ത് കോൺഗ്രസ് സൈബർ പോരാളി നിസാർ കുംപിളയുടെ നേതൃത്വത്തിൽ കാർ യാത്രക്കാർക്ക് നേരെ ആക്രമണം. വാഹനത്തിന് സൈഡ് നൽകിയില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. നിസാറിനെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. ഹഡ് ന്യൂസിലേക്ക് തിരികെ കേരളത്തിലെ പ്രധാന വാർത്തകൾ. വയനാട് ബത്തേരി ചീരാളിൽ വീണ്ടും പുലിയുടെ ആക്രമണം. വളർത്തുനായയെ ആക്രമിച്ചു കൊന്നു. കഴിഞ്ഞ 4 മാസത്തിനിടെ 20ഓളം വളർത്തുമൃഗങ്ങളെയാണ് പുലി പിടിച്ചത്. കോഴിക്കോട് നാദാപുരത്ത് തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് വിദ്യാർത്ഥിനി രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. സ്കൂൾ വിട്ടുവരുന്നതിനിടെയാണ് കുട്ടിക്ക് നേരെ തെരുവുനായ ഓടിയെടുത്തത്. കുട്ടി ബഹളം വെച്ച് വീട്ടിലേക്ക് ഓടിക്കയറിയതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. അതിരപ്പിള്ളി വെറ്റിലപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണം. പ്രദേശത്തെ ഹോം സ്റ്റേയുടെ മതിൽ ആന തകർത്തു. വ്യാപകമായി കൃഷിയും നശിപ്പിച്ചു. പത്തനംതിട്ട നഗരത്തിൽ ബസ് ഓടയിൽ കുടുങ്ങി. റോഡിന് വശത്തെ സ്ലാബിന് മുകളിൽ ബസ് നിർത്തിയപ്പോഴായിരുന്നു അപകടം. അടൂർ പത്തനംതിട്ട റൂട്ടിലോടുന്ന മംഗലത്ത് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ വിദഗ്ധ സംഘം പരിശോധന നടത്തി. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഹൈവേ റിട്ടയേഴ്സ് ജനറലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. TTE ടിക്കറ്റ് ആവശ്യപ്പെട്ടതോടെ ശീതളപാനീയ കച്ചവടക്കാരൻ ഓടുന്ന ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ചാടി. എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് മലപ്പുറം താനൂരിൽ എത്തിയപ്പോഴാണ് അപകടം. പാണ്ടിമുറ്റം സ്വദേശി അഷ്കറിനെ സാരമായ പരുക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് രാമനാട്ടുകരയിൽ മിനി വാൻ ഹോട്ടലിലേക്ക് ഇടിച്ചുകയറി അപകടം. സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്ക്. ഹോട്ടലിന്റെ മുൻഭാഗം തകർന്നു. മലപ്പുറം കാളികാവ് ചാഴിയോട് മലമ്പാമ്പിനെ പിടികൂടുന്നതിനിടെ കടിയേറ്റു. അമ്പലക്കടവ് സ്വദേശി ഹമീദിനാണ് കടിയേറ്റത്. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം തുടങ്ങി. ഭൂപതിവ് ചട്ടഭേദഗതിയിലൂടെ സർക്കാർ കൊള്ളയ്ക്ക് കളമൊരുക്കുന്നുവെന്ന് ഇടുക്കി MP ഡീൻ കുര്യാക്കോസ്. മലയോര ജനതയ്ക്ക് ഇരുട്ടടിയാണ് പുതിയ ചട്ടം. നിയമം പാലിച്ച് നിർമ്മിച്ച കെട്ടിടങ്ങൾക്ക് ക്രമവൽക്കരണത്തിന്റെ പേരിൽ വീണ്ടും പണം പിരിക്കുന്നെന്നും ഡീൻ കുര്യാക്കോസ്. കോട്ടയം പാല നെല്ലാപ്പാറയ്ക്ക് സമീപം പാഴ്സൽ ലോറി മറിഞ്ഞ് അപകടം. ക്യാബിനിന്റെ ഉള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെയും ക്ലീനറെയും ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. പാലക്കാട് വല്ലപ്പുഴ പഞ്ചായത്തിൽ 15ഓളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ചറുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. പാലക്കാട് അട്ടപ്പാടിയിൽ കഞ്ചാവ് തോട്ടം നശിപ്പിച്ച് പോലീസ്. ഗൊട്ടിയാർ ഗണ്ടി വനമേഖലയിലായിരുന്നു കഞ്ചാവ് കൃഷി. പുത്തൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് പരിശോധന നടന്നത്. തിരുവനന്തപുരം കഠിനംകുളത്ത് ബൈക്കുകൾ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. പുതുക്കുറിച്ചി സ്വദേശി നവാസ്, വർക്കല സ്വദേശി രാഹുൽ എന്നിവരാണ് മരിച്ചത്. വേൾഡ് മലയാളി കൗൺസിൽ ഫ്ലോറിഡ പ്രൊവിൻസ് സംഘടിപ്പിച്ച ഓണാഘോഷം ശ്രദ്ധേയമായി. പരമ്പരാഗതമായ വീട്ടിൽ പനയോല ഉപയോഗിച്ചുള്ള തനി കേരളീയ അലങ്കാരങ്ങളും ഫോട്ടോഷൂട്ടും വേറിട്ടതായി. ടാംപയിൽ നടന്ന ആഘോഷങ്ങൾക്ക് ബ്ലസ്സൻ മണ്ണിൽ നേതൃത്വം നൽകി. നോക്കാം പ്രധാന അറിയിപ്പുകൾ. തിരുവനന്തപുരത്തെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോ ഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ MBAയിൽ സീറ്റൊഴിവ്. സ്പോട്ട് അഡ്മിഷൻ വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് നെയ്യാർഡാമിലെ കിക്മ കോളേജ് ക്യാമ്പസിൽ. തിരുവനന്തപുരം LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഡിപ്ലോമ, PG, ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് LBSന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ M.Tech ഓട്ടോമോട്ടീവ്
ഇലക്ട്രോണിക്സ്, മെഷീൻ ഡിസൈൻ, കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ചുകളിൽ സീറ്റൊഴിവുണ്ട്. സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 12, 15 തീയതികളിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ത്രിവത്സര ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിൽ സീറ്റൊഴിവ്. സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 12 രാവിലെ. ദേശീയ വാർത്തകൾ. സൈന്യത്തിന്റെ സംയുക്ത കമാൻഡർമാരുടെ കോൺഫറൻസ് അടുത്തയാഴ്ച കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ആദ്യ സംയുക്ത കമാൻഡർമാരുടെ കോൺഫറൻസാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യൻ പൗരത്വം നേടുന്നതിന് മുൻപ് വോട്ടർ പട്ടികയിൽ ഇടം നേടിയെന്ന സോണിയാഗാന്ധിക്കെതിരായ ഹർജി ഡൽഹി റൌസ് അവന്യൂ കോടതി വിധി പറയാൻ മാറ്റി. എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. ഐശ്വര്യ റായ്ക്ക് പിന്നാലെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ച് അഭിഷേക് ബച്ചനും സ്വകാര്യത സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. ചിത്രങ്ങളടക്കം ദുരുപയോഗം ചെയ്തുവെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. TVK അധ്യക്ഷൻ വിജയുടെ സംസ്ഥാന പര്യടനത്തിന് കർശന നിബന്ധനയുമായി പോലീസ്. റോഡ് ഷോ നടത്താൻ അനുമതിയില്ല. വിജയുടെ വാഹനത്തിന് പിന്നാലെ 5 or 6 വാഹനങ്ങൾ മാത്രമേ പാടുള്ളൂ. അരമണിക്കൂറിനുള്ളിൽ പ്രസംഗം അവസാനിപ്പിക്കണമെന്നും നിബന്ധന. മുംബൈയിൽ നാവികസേന ഉദ്യോഗസ്ഥന്റെ തോക്ക് മോഷ്ടിച്ച സംഭവത്തിൽ 1ലേറെ പ്രതികൾ. മോഷണശേഷം മുങ്ങിയ പ്രതികൾ പിടിയിലായി. പ്രളയക്കെടുതി രൂക്ഷമായ ഉത്തരാഖണ്ഡ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ സന്ദർശിക്കും. ഉത്തരകാശി, ചമോലി ജില്ലകളിൽ വ്യോമ നിരീക്ഷണം നടത്തും. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമയുമായി കൂടിക്കാഴ്ചയും നടത്തും. തമിഴ്നാട്ടിലെ കടലൂരിൽ പ്രതിയെ പോലീസ് വെടിവെച്ച് പിടികൂടി. കഞ്ചാവ് ലഹരിയിൽ 4 പേരെ അതിക്രൂരമായി മർദ്ദിച്ച സംഘത്തിലെ കന്തവേലിനാണ് വെടിയേറ്റത്. IS ഭീകരൻ ഡാനിഷ് അസർ അറസ്റ്റിൽ. ജാർഖണ്ഡിലെ റാഞ്ചിയിൽ നിന്ന് ഡൽഹി പോലീസും ജാർഖണ്ഡ് ATSഉം സംയുക്തമായാണ് അറസ്റ്റ് ചെയ്തത്. കർണാടകയിലെ ചാമരാജനഗറിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ പുലിക്കണിയിൽ അടച്ച് നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശത്തിറങ്ങിയ പുലിയെ പിടികൂടാത്തതിനെ തുടർന്നാണ് ഉദ്യോഗസ്ഥരെ പുലിക്കണിയിലാക്കിയത്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ ആരോഗ്യത്തെക്കുറിച്ച് അധിക്ഷേപ പരാമർശവുമായി എടപ്പാടി പളനിസ്വാമി. താൻ കൈ ഉയർത്തിയാൽ വിരലുകൾ വിറക്കില്ലെന്നും ചിലരുടെ വിരലുകൾ വിറയ്ക്കുമെന്നും EPS പറഞ്ഞു. എടപ്പാടിയുടെ മുട്ടിന് നല്ല ബലമുണ്ടെന്നായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ പരിഹാസം. മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂരിൽ സ്ത്രീയെ പുലി കടിച്ചുകൊന്നു. അന്നപൂർണയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മംഗളൂരുവിൽ റോഡിലെ കുഴിയിൽ വീണ് സ്കൂട്ടർ യാത്രികയ്ക്ക് ദാരുണാന്ത്യം. റോഡിലേക്ക് വീണയുടൻ ട്രക്ക് കയറിയിറങ്ങുകയായിരുന്നു. നോക്കാം രാജ്യാന്തര വാർത്തകൾ. യമൻ തലസ്ഥാനമായ സനയിലെ വിമാനത്താവളത്തിലേക്ക് മിസൈൽ ആക്രമണം നടത്തി ഇസ്രയേൽ. ഹൂതികളെ ലക്ഷ്യം വെച്ച് സന വിമാനത്താവളത്തിലേക്ക് ഇസ്രയേൽ ഈ മാസം നടത്തുന്ന 2ാമത്തെ ആക്രമണമാണ് ഇത്. വ്യോമാതിർത്തി ലംഘിച്ച റഷ്യൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി പോളണ്ട്. ഇതാദ്യമായാണ് റഷ്യൻ ഡ്രോണുകൾ പോളണ്ട് വെടിവെച്ചിടുന്നത്. തായ്വൻ കടലിടുക്കിൽ സൈനിക നീക്കവുമായി ചൈന. ദ്വീപിന് സമീപം 13 സൈനിക വിമാനങ്ങളും 6 നാവിക കപ്പലുകളും എത്തിയതായി സൂചനകൾ. ദക്ഷിണ കൊറിയയിൽ ലൈംഗികാതിക്രമത്തിനിടെ രക്ഷപ്പെടാനായി അക്രമിയുടെ നാവ് കടിച്ചുമുറിച്ച സ്ത്രീയെ കുറ്റവിമുക്തയാക്കി കോടതി. 61 വർഷങ്ങൾക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിച്ചപ്പോഴാണ് സ്ത്രീയെ കോടതി വിട്ടയച്ചത്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഇറ്റലി ബന്ധം കൂടുതൽ ശക്തമാക്കാൻ ഇരുവർക്കുമിടയിൽ ധാരണ. ന്യൂസിലേക്ക് വീണ്ടും ഇനി ബിസിനസ് ന്യൂസ്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇന്നും റെക്കോർഡ്. ചരിത്രത്തിലാദ്യമായി പവന് 81,000 കടന്നു. ഗ്രാമിന് ഇന്ന് 20 രൂപ കൂടി 10,130 രൂപയും 1 പവന് 160 രൂപ കൂടി 81,040 രൂപയിലുമെത്തി. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 500 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 25,000 മുകളിലാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാനുള്ള സമയം ഈ മാസം 15 അവസാനിക്കും. ഓഡിറ്റുള്ളവർക്കും ഓഡിറ്റുള്ള പാർട്ട്ണർഷിപ്പ് കമ്പനികളിലെ പാർട്ട്നേഴ്സിനും ഒക്ടോബർ 31 വരെ സമയമുണ്ട്.
ഡൊണാൾഡ് ട്രംപിന്റെ തീരുവകൾ മൂലം ബുദ്ധിമുട്ടിലായ കയറ്റുമതിക്കാർക്ക് പിന്തുണാ പാക്കേജുമായി കേന്ദ്ര സർക്കാർ. കയറ്റുമതിക്കാർക്ക് ഈടുരഹിത വായ്പകളും സബ്സിഡി പലിശ നിരക്കുകളും വഴി പണലഭ്യത ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ നിർദ്ദേശിച്ചതായി സൂചനകൾ. സ്പോർട്സ് ന്യൂസ്. ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ അർജന്റീനയ്ക്കും ബ്രസീലിനും തോൽവി. അർജന്റീന ഇക്വഡോറിനോടും ബ്രസീൽ ബൊളീവിയയോടും എതിരില്ലാത്ത ഓരോ ഗോളിന് തോറ്റു. വനിതാ ഏഷ്യ കപ്പ് ഹോക്കിയിലെ സൂപ്പർ ഫോറിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. 2-4 ഗോളിന് കൊറിയയെ തോൽപ്പിച്ചു. ICC വനിതാ ഏകദിന ലോകകപ്പിനുള്ള ന്യൂസിലാൻഡ് ടീമിനെ പ്രഖ്യാപിച്ചു. സോഫി ഡിവൈൻ ടീമിനെ നയിക്കും. ഹോങ്കോങ് ഓപ്പൺ ബാഡ്മിന്റണിന്റെ ആദ്യ റൗണ്ടിൽ തോറ്റ് PV സിന്ധു പുറത്ത്. മലയാളി താരങ്ങളായ HS പ്രണോയും കിരൺ ജോർജും ലക്ഷ്യ സെന്നും ജയത്തോടെ തുടങ്ങി. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഈജിപ്ഷ്യൻ താരം ഒമർ മർമൂഷിന് പരുക്ക്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിനിടെയാണ് കാൽമുട്ടിന് പരിക്കേറ്റത്. മാഞ്ചസ്റ്റർ ഡെർബി താരത്തിന് നഷ്ടമാകും. ഇനി കാണാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. ചന്തു മൊണ്ടേതി സംവിധാനം ചെയ്യുന്ന വായുപുത്ര 3D ആനിമേഷൻ ഇതിഹാസ ചിത്രം അടുത്ത വർഷം റിലീസ് ചെയ്യും. സിതാര എന്റർടൈൻമെന്റ്സിന്റെയും ഫോർച്യൂൺ 4 സിനിമാസിന്റെയും ബാനറുകളിൽ സൂര്യദേവര, നാഗവംശിയും സായി സൗജന്യവുമാണ് ചിത്രം നിർമ്മിച്ചത്. ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ ഭാഷകളിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തും. പൃഥ്വിരാജ് ചിത്രം ഉറുമിക്ക് 2ാം ഭാഗം ഉണ്ടാകുമെന്ന് വെളിപ്പെടുത്തി തിരക്കഥാകൃത്ത് ശങ്കർ രാമകൃഷ്ണൻ. ഉറുമിയുടെ തുടർച്ചയായി 2 സിനിമകൾ മനസ്സിലുണ്ട്. അതിൽ ഒന്നിന്റെ തിരക്കഥ പൂർത്തിയായെന്നും ശങ്കർ രാമകൃഷ്ണൻ. നെബ്യുല സിനിമാസിന്റെ ബാനറിൽ ജെൻസൺ ജോയ് നിർമ്മിച്ച് ശ്രീനാഥ് ഭാസി നായകനാകുന്ന ചിത്രത്തിന് തുടക്കമായി. G1 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത് നവാഗതനായ ഷാൻ EM ആണ്. ഇന്ദ്രൻസ്, ജാഫർ ഇടുക്കി, അബു സലീം തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ എത്തുന്നു. ഫാക്ട് ചെക്ക്. പ്രധാനമന്ത്രിയായിരിക്കെ മൻമോഹൻ സിംഗിനെ കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും അപമാനിച്ചെന്ന് വ്യാജ പ്രചാരണം. 2017-2019 വർഷങ്ങളിൽ നടന്ന കൂടിക്കാഴ്ചകളുടെ ചിത്രങ്ങളാണ് പ്രചരിക്കുന്ന പോസ്റ്റിലുള്ളത്. ഇക്കാലയളവിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയല്ല. നാളെ അറിയാം. കോഴിക്കോട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നാളെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. പന്തീരാങ്കാവ്, കൂടത്തുംപാറ, ഇരിങ്ങല്ലൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെയാണ് വൈദ്യുതി മുടങ്ങുക. എറണാകുളം മുളന്തുരുത്തി പിറവം റോഡ് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ ആമ്പല്ലൂർ റെയിൽവേ ഗേറ്റ് നാളെ അടച്ചിടും. അറ്റകുറ്റപ്പണിക്കായി നാളെ ഉച്ചയ്ക്ക് 2 വരെ ഗേറ്റ് അടച്ചിടുമെന്ന് റെയിൽവേ. ചേർത്തല IHRDയുടെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ വിവിധ വിഷയങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സിനെ നിയമിക്കുന്നു. താൽപര്യമുള്ളവർ ബയോഡേറ്റയും അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ കോളേജ് ഓഫീസിൽ എത്തേണ്ടതാണ്. കോഴിക്കോട് കുറ്റ്യാടി പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്നേഹ ബഡ് സ്കൂളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡ്രൈവറെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് ITIയിൽ ഇലക്ട്രോ പ്ലറ്റർ പ്ലാസ്റ്റിക് പ്രോസസിംഗ് ഓപ്പറേറ്റർ ട്രേഡുകളിലേക്ക് ജൂനിയർ ഇൻസ്ട്രക്ടേഴ്സിന്റെ ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ ITI ഓഫീസിൽ. ഇപ്പോൾ കിട്ടിയത്. ഹിമാചൽ പ്രദേശിൽ കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 380 4,300 കോടി രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി റിപ്പോർട്ടുകൾ. പഞ്ചാബിൽ ആശാ വർക്കേഴ്സിന് 6 മാസത്തെ പ്രസവാവധി ലഭിക്കുമെന്ന് പഞ്ചാബ് ധനമന്ത്രി ഹർപാൽ സിംഗ് ചീമ. 180 ദിവസം പൂർണ്ണ ശമ്പളത്തോടെ പ്രസവാവധി നൽകാൻ തീരുമാനം. ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.